Hi guys, welcome back to Car Garage. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതേ ഒരു സിൽവർ ഇന്നോവ കംപ്ലീറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്. സിൽവർ ഇന്നോവ എന്ന് പറയുമ്പോൾ ഇതൊരു സ്കൈ ബ്ലൂ കളർ ഇന്നോവ ആയിരുന്നു. അപ്പോൾ നമ്മളത് സിൽവറിലേക്ക് മാറ്റിയിട്ട് ഫ്രണ്ട് പ്രൊജക്ട് ഹെഡ്ലൈറ്റും LED ടൈലൈറ്റൊക്കെ ഇത് ചെയ്തേക്കാണ്. സ്കൈ ബ്ലൂ ഇന്നോവ 2010 മോഡൽ സ്കൈ ബ്ലൂ ഇന്നോവയായിരുന്നു. അതിനെ സിൽവറാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു സ്കൈ ബ്ലൂ സാധാരണ ടൈപ്പ് ഒരു ഇന്നോവയായിരുന്നു. ഞാൻ എൻ്റെ സൈഡിൽ പിക്ക് കൊടുക്കാം. ഈ ഒരു ടൈപ്പ് ഇന്നോവയായിരുന്നു. അതിൽ നമ്മൾ സിൽവർ ഇന്നോവ ആക്കിയിട്ട് മാറ്റിയിട്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ബാക്ക് LED ടൈലൈറ്റുമാണ് ചെയ്തിരിക്കുന്നത്. കാണിച്ചു തരാം. ബാക്കിൽ വരുമ്പോൾ LED ടൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ബമ്പർ സ്കട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇടുക്കിയുടെ ക്രോം, അതേപോലെ തന്നെ സൈഡിലെ സ്കർട്ടിങ് 2 ബോട്ടിനോട് സ്കർട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണ ടൈപ്പ് ഹാൻഡിലായിരുന്നു. അതിനെ ക്രോം ടൈപ്പ് ഹാൻഡിലാക്കി മാറ്റിയിട്ടുണ്ട്. വെതർ സ്ട്രിപ്പ് പുതിയത് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വരുന്ന ഫെൻഡർ ലൈനിങ് എപ്പോഴും നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയത് ഇടാറുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് ക്രോം ടൈപ്പ് ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. മിറർ നമ്മൾ 2010 മോഡലായതുകൊണ്ട് ഓട്ടോമാറ്റിക് മിറർ വിത്തൗട്ട് ഇൻഡിക്കേറ്ററാണ്. വേറെ വണ്ടിയുമ്പോൾ ഉണ്ടായിരുന്ന മിറർ തന്നെ നമ്മൾ സെറ്റ് ചെയ്തത്, റീപ്ലേസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഗാരേജിൽ ഏറ്റവും കൂടുതൽ പെയിൻറ്റിങ് ചെയ്ത് പോണ കളറിലൊന്നാണ് സിൽവർ, അതേപോലെ തന്നെ സിൽക്കി ഗോൾഡ് വൈറ്റ്, പിന്നെ ഗ്രേ കളർ. ഏറ്റവും കൂടുതൽ ഇന്നോവ കൺവേർട്ട് ചെയ്ത് പോകുമ്പോൾ അടിക്കണ ഈ കളേഴ്സാണ് ഇതൊക്കെ. സിൽവർ എന്ന് പറയുമ്പോൾ ഫാമിലി യൂസിന് പറ്റിയ ഒരു കളറാണ് സിൽവർ കളർ. പിന്നെ സിൽവർ കളറിൽ ഇത്തിരി മോഡിഫൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കൊടുത്തതിന് കാരണം വണ്ടി മൊത്തത്തിൽ തന്നെ ഒരു ലുക്കായി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റിനെ പറ്റി പറയുകയാണ്. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മളുടെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ബോഡി പക്കയായിട്ട് ഷേപ്പിങ് ചെയ്യും. നിങ്ങൾക്ക് ഈ ലൈനൊക്കെ കണ്ടോ, ഇതിപ്പോൾ പുതിയ ബോണറ്റാണ് കണ്ടോ, ആ ലൈനൊക്കെ കണ്ടോ. അതേപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന ഈ ലൈൻ കണ്ട, അവിടെ തന്നെ ഈ ലൈൻ കറക്റ്റായിട്ട് വരണം. അതുപോലെ ഈ താഴ്ഭാഗത്ത് പോയാണ് ആ ലൈൻ. ഇതെല്ലാം കറക്റ്റായിട്ട് വരണമെങ്കിൽ ബോഡി ഷേപ്പിങ് പക്കയായിരിക്കണം. ബോഡി ഷേപ്പിങ് പക്കയായിട്ട് എടുത്താലാണ് വണ്ടി കണ്ട ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബോഡി ഷേപ്പിങ് എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. കുറച്ച് അപാകത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പക്കയായിട്ട് അത് എടുത്ത് കാണിക്കും. നമ്മുടെ വീഡിയോയിലായാലും കണ്ണുകൊണ്ട് നേരിട്ട് നോക്കണതായാലും കണ്ട ഈ ഒരു ഷെയ്ഡ് കണ്ട, അതിലെന്തെങ്കിലും ഒരു വേരിയേഷൻ കാണിക്കും അതിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബോഡി ഷേപ്പിംഗ് പക്കയായിട്ട് ചെയ്യും. ബോഡി ഷേപ്പിംഗ് പക്കയായിട്ട് ചെയ്തിട്ട് അതുമ്പോൾ സർഫേസർ കോട്ട് അടിക്കും. സർഫേസർ കോട്ട് അടിക്കുന്ന 1K പ്രൈമറാണ് നമ്മൾ അടിക്കണത്. സാധാരണ വരുന്ന ഒരു സർഫേസർ അല്ല നമ്മൾ അടിക്കുന്നത്. 1K പ്രൈമർ അടിക്കും. 1K പ്രൈമർ അടിച്ചതിന് ശേഷം ഇപ്പോൾ സിൽവറിന് കളറെങ്കിൽ സിൽവറിൻ്റെ ബേസ് അടിക്കും. ബേസ് ഫുള്ളായിട്ട് അടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വണ്ടി കളർ ചേഞ്ച് ചെയ്തെന്നുള്ള യാതൊരു നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇൻസൈഡിലായാലും എവിടെയായാലും, ഇപ്പോൾ ടൈലാമിൻ്റെ ഗ്യാപ്പായാലും എവിടെ നിങ്ങൾക്കങ്ങനെ മനസ്സിലാവില്ല ഈ വണ്ടി കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ബേസ് കോട്ട് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ക്യാപ്സി 2K എന്ന് പറഞ്ഞ പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതടിക്കണം. ഈ ലൈനൊക്കെ കണ്ട, ഇതും അതേപോലെ തന്നെ ഇതും ഒരു ചെറിയ ഫിനിഷിങ്ങിലുള്ള ലൈനാണ് ഇതൊക്കെ നമ്മൾ എടുത്താലാണ് നമ്മളാണ് ഇപ്പോൾ കാണുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ വണ്ടി നിൽക്കുള്ളൂ. അപ്പോൾ ക്യാപ്സി 2Kയുടെ പെയിൻ്റ് അടിച്ചതിന് ശേഷം 2Kയുടെ തന്നെ ക്ലിയർ അടിക്കും. ക്ലിയർ അടിച്ചിട്ട് കട്ട് ചെയ്ത് പോളിഷിങ് ചെയ്യും. അപ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നോവ അതേപോലെ തന്നെ റിവ്യൂ അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ അതേപോലെ തന്നെ ഗാരേജിൻ്റെ കാര്യങ്ങളുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരണമെന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.